ഹായ് യൂട്യൂസി മീഡിയ ഇന്നലെ ഷാനവാസിന്റെ ലൈവ് എടുത്തു വെച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംസാരിച്ച കാര്യങ്ങൾ തീർച്ചയായും എനിക്ക് വലിയ സുഖകരമായി തോന്നിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ആ വിഷയങ്ങൾ എടുത്തു വെച്ച് പറഞ്ഞു. യൂട്യൂസി മീഡിയ എൻ്റെ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് തോന്നിയ, അതായത് എൻ്റെ വീഡിയോയിൽ അവർക്ക് തോന്നിയ തെറ്റുകൾ അവർ ചൂണ്ടിക്കാണിച്ചു. ഞാൻ വീഡിയോ ഫുള്ള് കാണാതെയാണ് സംസാരിച്ചത്, അതുപോലെ തന്നെ അവർ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്നാക്കി തീർത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് കുറച്ച് ബുദ്ധിയുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, ഇപ്പൊ അത് പോയി കിട്ടി എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നു, ബ്രോ ഞങ്ങൾക്ക് ബുദ്ധിയില്ല, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എന്നുള്ളത്. അതൊരു പക്ഷേ തെറ്റിദ്ധാരണയായിരിക്കാം. അതായത് ഞാൻ നിങ്ങളുടെ ഈ യൂട്യൂബ് മീഡിയ മാത്രമല്ല കണ്ടിരിക്കുന്നത്, കിഴി ചാനലും ഞാൻ കാണാറുണ്ട്. നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളുമാണ്, എല്ലാ വീഡിയോസും കാണാറുണ്ട്. കാരണം സിനിമ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ശരിയായി തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്, അല്ലാതെ നിങ്ങളെ ആക്കി പറഞ്ഞതല്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ്, ആദ്യം ഒരു വർത്തമാനം പറഞ്ഞു, പിന്നീട് മറ്റൊരു വർത്തമാനം. അതായത് ഷാനവാസ് ആദ്യം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഒരു വർത്തമാനം പറഞ്ഞു, പിന്നീട് മറ്റൊരു വർത്തമാനമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളോടൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ റെസ്പെക്ട് കളയുന്ന അമ്മാതിരി വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതായത് ആദ്യം നിങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ റെസ്പെക്ട് കളയുന്ന അമ്മാതിരി വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്, അതായത് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതെന്താണ് അങ്ങനെ ഒരു സംഭവം? എന്ത് കാര്യമാണ് ഷാനവാസ് പറഞ്ഞത്? PR ഇല്ലാതെ 3ാം സ്ഥാനത്തിൽ എത്തിയതിൽ അഭിമാനിക്കുന്നു എന്നുള്ള വിഷയമാണോ? അതിലെവിടെയാണ് റെസ്പെക്ട് കളയുന്ന പരിപാടി? പിന്നെ അനുമോളുടെ കാര്യം നിങ്ങൾ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് അനുമോൾ PR-ന്റെ ബലത്തിലാണ് കപ്പടിച്ചത് എന്ന് ഷാനവാസ് പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത്. തീർച്ചയായും അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വന്നിട്ടില്ല, പക്ഷെ മറ്റൊരു വാക്ക് വന്നിട്ടുണ്ട്. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഇതിലിപ്പോൾ അനുമോള് PR വാങ്ങിയിട്ടാണ് കപ്പടിച്ച് എന്നുള്ള ലെവലിൽ ആൾ പറഞ്ഞിട്ടില്ലെങ്കിലും, പക്ഷെ ആൾ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയെങ്കിലും എത്തിയത് PR ഇല്ലാത്തതിന്റെ PR ഇല്ലാതെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അഭിമാനിക്കാം, നമുക്ക് അഭിമാനിക്കാം. അതായത് കപ്പെടുത്ത ആളപ്പോ PR കൊണ്ടാണ് കപ്പെടുത്തതെന്നുള്ള അർത്ഥമാണ്. അതായത് ഷാനവാസ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, PR ഇല്ലാതെ 3ാം സ്ഥാനത്തിൽ എത്തിയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളാണ് അതിന് പുതിയ അർത്ഥങ്ങൾ കൊടുത്തത്. കപ്പെടുത്തത് PR കൊണ്ടാണ് എന്നുള്ള രീതിയിൽ അതിനർത്ഥമുണ്ട് എന്നാക്കി തീർത്തത് നിങ്ങളാണ്. ഷാനവാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. കപ്പടിച്ചത് അനുമോൾ തന്നെയല്ലേ? ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞത്. അനാവശ്യമായി എന്തിനാണ് അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് നിങ്ങളുടെ വീഡിയോയും വരുന്നത്. അവിടെ നിങ്ങൾ തന്നെ കുറെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നു. ഷാനവാസിനോടുള്ള റെസ്പെക്ട് പോയി ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കുന്നു. ഞാൻ അതിനെതിരെയാണ് സംസാരിച്ചത്, അല്ലാതെ നിങ്ങൾ പറയാത്ത കാര്യം ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അനുമോളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞത് കപ്പടിച്ചത് PR-ന്റെ ബലത്തിലാണ് എന്നുള്ളൊരു അർത്ഥം കൂടി അതിൽ വരുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വീഡിയോ കാണാതെ ഞാൻ എടുത്തു ചാടി ഒരു വീഡിയോയും ചെയ്യാറില്ല. നിങ്ങൾ ചെയ്ത വീഡിയോ, ഞാൻ ചെയ്ത വീഡിയോ, ഈ 2 വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് കമന്റ്സുകൾ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കമന്റ് നിങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ടോ? അതായത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. പല ആൾക്കാരും ആ വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടി ആ വീഡിയോ ചെയ്തപ്പോൾ അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റു പലരും അത് ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ. എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഫോട്ടോ വെച്ച് വീഡിയോ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആൾക്കാരെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, അവരുടെ ഫോട്ടോ ഒന്നും ഞാൻ വെക്കാറില്ല, അവരുടെ വീഡിയോസും ഞാൻ പ്ലേ ചെയ്യാറില്ല. കാരണം അവരെ എനിക്ക് വിശ്വാസമില്ല. പണി തരാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരാണ്. ഒരുപാട് പണി കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ ചാനലൊക്കെ പോയിട്ടുമുണ്ട്. നിങ്ങളിൽ എനിക്കൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ച് വീഡിയോ ചെയ്തത്. നിങ്ങൾ പണി തരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്. അതായത് സ്ട്രൈക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പല ആൾക്കാരും നിങ്ങൾ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞ ആ വീഡിയോ കണ്ടു കാണില്ല. എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ പല ആൾക്കാരും കണ്ടു കാണും. അങ്ങനെ കാണുന്ന ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിക്കും. അതായത് ഞാനാണ് തെറ്റുകാരൻ, നിങ്ങൾ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞു എന്ന് പല ആൾക്കാരും ചിന്തിക്കും. തീർച്ചയായും ആ വീഡിയോ കണ്ട, അതായത് നിങ്ങൾ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞ ആ വീഡിയോ കണ്ടാൽ ആരും തെറ്റിദ്ധരിക്കില്ല. അത് കാണാത്ത പല ആൾക്കാരും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തെറ്റിദ്ധരിക്കും. ആ രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. തീർച്ചയായും നല്ലൊരു കാര്യം, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, അതെല്ലാം അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം എടുത്തു വെച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇപ്പോൾ 2-3 പോയിന്റുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് PR ഇല്ലാതെ 3ാം സ്ഥാനം കിട്ടി എന്ന് ഷാനവാസ് പറഞ്ഞ ആ വിഷയത്തിൽ പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കി, അതിൽ റെസ്പെക്റ്റ് പോയി, അതിന് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്, നിങ്ങൾ നെഗറ്റീവ് ആവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പൊതുവെ ഷാനവാസിനെതിരെ വലിയ രീതിയിൽ ഇപ്പോൾ ഡീഗ്രേഡിംഗ് വരുന്നുണ്ട്, പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നിങ്ങളും ആ വീഡിയോ ചെയ്തത്. നിങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ. നിങ്ങൾ ഇങ്ങനൊരു വിഷയം മറ്റാർക്കെങ്കിലും എതിരെയാണ് പറഞ്ഞതെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും വീഡിയോ ചെയ്യാൻ. ഷാനവാസിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും വരില്ല വീഡിയോ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ഞാൻ PR ഒന്നുമല്ല, അതായത് പൈസ വാങ്ങിച്ച് PR പണി ചെയ്യുന്ന ആളല്ല, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു PR എന്ന് തന്നെ കരുതിക്കോളൂ. അതുപോലെ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ്സ് എല്ലാം അതിനുത്തരമാണ്. അതായത് ഷാനവാസിന് വേണ്ടി സംസാരിക്കാൻ പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ. പിന്നെ വീഡിയോ ചെയ്യുന്ന എന്നെപ്പോലുള്ള 1-2 പേര്, പല ആൾക്കാരെയും നിങ്ങൾക്ക് ആർക്കും അറിയാൻ വഴിയില്ല, ഒക്കെ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ആണ്, പാവങ്ങളാണെന്നേ, വിട്ടുകളാ. പിന്നെ എൻ്റെ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു രീതി എനിക്ക് വളരെ ഇഷ്ടമായി. കേൾക്കുന്ന എല്ലാവർക്കും ഞാനാണ് തെറ്റുകാരൻ എന്നേ തോന്നുകയുള്ളൂ. ഗംഭീരമായിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടമായി. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്, സൂപ്പറായിട്ടുണ്ട്. എന്താണ് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് നമുക്ക് ചോദിക്കാം. അത് കമൻ്റായി അവർ രേഖപ്പെടുത്തട്ടെ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.